വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കാണ് UK ILR, ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ, അല്ലെ PR. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് മെസ്സേജ് എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ ഈ ILRൻ്റെ പുതിയ നിയമങ്ങളൊക്കെ വരാൻ പോവുകയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇനി പുതിയ നിയമം ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ പഴയ റൂൾ അനുസരിച്ച് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ പുതിയ നിയമം എഫക്റ്റീവ് ആവും, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കറൻറ്റ് റൂൾ അനുസരിച്ച് UK മാർച്ച് 31, 2021 വരെ വന്നവർക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് വന്നവർക്കാണ് പുതിയ റൂൾ എന്തായാലും ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. പിന്നെ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ILR കിട്ടിയില്ലെങ്കിൽ PR കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ILR അല്ലെങ്കിൽ PR കിട്ടിയില്ലെങ്കിൽ നമ്മളെപ്പോഴും വിസ വേണം UK ജോലി ചെയ്യണമെങ്കിൽ. അപ്പം ഒരു എംപ്ലോയറിൻ്റെ അണ്ടറിൽ വിസ നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ വിസ പോയി കഴിഞ്ഞാൽ വേറെ വിസ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ തിരിച്ച് നമ്മുടെ രാജ്യത്തോട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ NHS വന്നിരിക്കുന്ന നഴ്സുമാർക്കും ഡോക്ടേഴ്സുമാർക്കും അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസൊക്കെ അവരുടെ ഡിപ്പെൻഡൻറ്റിനും PR കിട്ടുന്നില്ല എങ്കിൽ അത് അവരുടെ എല്ലാ 3 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പം അവർക്കും വിസ റിന്യൂ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം പൈസയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡ്, കുട്ടികൾക്ക് എല്ലാ വിസയും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ PR കിട്ടുമ്പം അപ്പോൾ പിന്നെ PR-നും പൈസ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു എക്സ്പെൻസ് ആവും. പിന്നെ ഇപ്പം ഈ കെയറേഴ്സ്മാർക്ക് പറയുന്നു 10 അല്ലെങ്കിൽ 15 വർഷം വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പം അവർ ഈ വിസയിൽ നിൽക്കണം. അതാണ് ഒരു പ്രശ്നം. നമുക്കപ്പോൾ ജോലി മാറാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വിസ കിട്ടത്തില്ല അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടത്തില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, മാർച്ച് 31, 2021 വന്നവർക്ക് കറൻറ്റ് റൂൾ അനുസരിച്ച് അപ്ലൈ ചെയ്യാം. പുതിയ നിയമങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും അത് കഴിഞ്ഞുള്ളവർ പുതിയ നിയമത്തിലാണ് ILR-ന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. ബൈ ബൈ.